السلام عليكم ورحمة الله وبركاته. أيها الطلاب الأعزاء، مرحبا بكم. My dear students, welcome. درسنا الفصل قرية الأترة في الصف الماضي. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖറിയത്തുൽ അത്തിറ സുഗന്ധ ഗ്രാമം എന്ന ചാപ്റ്റർ പഠിച്ചു. അൽയൗം നദ്ഖുലു ഇലാ തംറിനാത്ത് ഫി ഹാദൽ ഫസ്ൽ. ഈ ചാപ്റ്ററിൻ്റെ എക്സർസൈസിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. പേജ് നമ്പർ 44. അർസല ഫവാസുൻ റദ്ദൻ ലിറിസാലത്തി വാലിദിഹി ബഅദ റിഹ്ലത്തി നഇദ്ദുഹു. യാത്രയ്ക്ക് ശേഷം ഫവാസ് അവൻ്റെ വാപ്പയുടെ ലെറ്ററിന് മറുപടി അയച്ചു. നഇദ്ദുഹു, നമുക്കത് തയ്യാറാക്കാം. ഫവാസ് സ്റ്റഡി ടൂർ പോകുന്നതിന് മുമ്പ് ഫവാസിൻ്റെ വാപ്പ ഫവാസിന് ഒരു ലെറ്റർ അയച്ചിരുന്നു. നമ്മളത് റിഹ്ലത്തുൻ സഈദ എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒരു ലെറ്റർ എങ്ങനെ എഴുതാമെന്നും ലെറ്ററിൻ്റെ മോഡലും നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. ഖറിയത്തിലേക്ക്, ഗ്രാമത്തിലേക്ക് സ്റ്റഡി ടൂർ പോയി വന്ന ശേഷം ഫവാസ് വാപ്പയ്ക്ക് ലെറ്റർ തയ്യാറാക്കുകയാണ്. നമുക്ക് അതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. വാലിദി അൽ അസീസ്, പ്രിയപ്പെട്ട വാപ്പ. ഫവാസ് വാപ്പയ്ക്കാണ് ലെറ്റർ എഴുതുന്നത്. അതുകൊണ്ട് തുടക്കം ഇങ്ങനെ എഴുതാം: തഹിയത്തൻ ത്വയ്യിബത്തൻ മുബാറകത്തൻ വബഅദ്. നല്ല അഭിവാദ്യങ്ങൾക്ക് ശേഷം. ഇത് ലെറ്ററിൻ്റെ തുടക്കത്തിൽ എഴുതാമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഹസൽതു അലാ റിസാലത്തിക്, താങ്കളുടെ ലെറ്റർ എനിക്ക് കിട്ടി. ഹസൽതു അലാ, എനിക്ക് കിട്ടി. റിസാല, ലെറ്റർ. അർജു അന്നക ഫി ഖൈരി വ ആഫിയ. അർജു, ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ്. അന്നക ഫി ഖൈരി വ ആഫിയ, താങ്കൾക്ക് ക്ഷേമവും നന്മയുമാണെന്ന്. കാനത്ത് റിഹ്ലത്തുൻ മുസല്ലിയത്ത്, യാത്ര ആനന്ദകരമായിരുന്നു. കാനത്ത് റിഹ്ല, യാത്ര ആയിരുന്നു. മുസല്ലിയത്ത്, ആനന്ദകരം, എൻ്റർടൈനിങ്. ഷഅർതു ബിജമാലിൽ ഖറിയ. ഷഅർതു, ഞാൻ അനുഭവിച്ചറിഞ്ഞു. ബിജമാലിൽ ഖറിയ, ഗ്രാമത്തിൻ്റെ സൗന്ദര്യം. ഖറിയ, ഗ്രാമം. ജമാൽ, ബ്യൂട്ടി. സഉർസിലു ബഅദ സുവരിൽ ജസാബ അബറൽ ബരീദിൽ ഇലക്ട്രോണി ഇൻഷാ അല്ലാഹ്. സഉർസിലു, ഞാൻ അയക്കും. ബഅദ സുവരി, ചില പിക്ചേഴ്സ്. അൽ ജസാബ, അട്രാക്റ്റീവായിട്ടുള്ള, ആകർഷകമായ പിക്ചേഴ്സ് ഞാൻ അയക്കും. അബറൽ ബരീദിൽ ഇലക്ട്രോണി. അബറ, ത്രൂ. ഏതുവഴി? അബറൽ ബരീദിൽ ഇലക്ട്രോണി, ഇമെയിൽ വഴി. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഞാൻ ചില പിക്ചേഴ്സ് ഇമെയിൽ വഴി അയച്ചു തരാം. മഅസ്സലാമ. ലെറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ അവസാന ഭാഗത്തായി പ്ലേസും ഡേറ്റും കൊടുക്കുന്നു. തൃശ്ശൂർ, 15 ഒക്ടോബർ 2020 മീലാദിയ. 15 ഒക്ടോബർ 2020. ലെഫ്റ്റ് സൈഡിലായി ഇബ്നുക്കൽ ഹബീബ്, താങ്കളുടെ പ്രിയപ്പെട്ട മകൻ ഫവാസ്. ഈ ലെറ്റർ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അടുത്തതായി നമുക്ക് ഒരു ഖുർആൻ ആയത്താണ്. ഈ ഖുർആൻ ആയത്ത് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. أعوذ بالله
من الشيطان الرجيم بسم الله الرحمن الرحيم فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. നത്ലു വനുജീബു നമുക്ക് പാരായണം ചെയ്യാം. വനുജീബു ഉത്തരം പറയാം. സൂറ അബസയിലെ ആയത്തുകളാണിവ. നമുക്ക് ഈ ആയത്തുകളുടെ അർത്ഥം ഒന്ന് നോക്കാം. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഫൽയൻളുരിൽ ഇൻസാനു ഇലാ ത്വആമിഹ്. എന്നാൽ മനുഷ്യൻ തൻ്റെ ഭക്ഷണത്തിലേക്ക് ഒന്ന് നോക്കട്ടെ. അതായത് മനുഷ്യൻ തൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. ഫൽയൻളുർ നോക്കിക്കൊള്ളട്ടെ, ഇൻസാൻ മനുഷ്യൻ, ഇല ത്വആമിഹ് അവൻ്റെ ഭക്ഷണത്തിലേക്ക്. അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബ അതായത് നാം വെള്ളം ഒരു ശക്തിയായി ചൊരിച്ചു കൊടുത്തിരിക്കുന്നത്. അന്നാ സ്വബബ്ന നാം ചൊരിഞ്ഞു കൊടുത്തിരിക്കുന്നു. അൽ മാഅ വെള്ളം, സ്വബ്ബൻ ഒരു ചൊരിക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഴവെള്ളം വർഷിപ്പിച്ചു തരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സുമ്മ ശഖഖനൽ അർള ശഖ്ഖ പിന്നെ ഭൂമിയെ നാം ഒരു പിളർത്തൽ പിളർത്തി. അർളൻ ഭൂമി, ഷഖ്ഖൻ ഒരു പിളർത്തൽ. ഫഅംബത്നാ ഫീഹാ ഹബ്ബ അങ്ങനെ അതിൽ നാം ധാന്യം മുളപ്പിച്ചു. അംബത്ന നാം മുളപ്പിച്ചു. ഹബ്ബൻ ധാന്യം. വഇനബ വഖളുബ മുന്തിരിയും പച്ചക്കറികളും. വസൈത്തൂനൻ വനഖ്ല ഒലിവും ഈത്തപ്പനയും. സൈത്തൂൻ ഒലിവ്, നഖൽ ഈത്തപ്പന. വഹദായിക ഉൽബ നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളും. വഫാകിഹതൻ വഅബ്ബ പഴവർഗ്ഗങ്ങളും മേച്ചിൽ പുല്ലും. മതാഅൻ ലക്കും വലിഅൻആമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്. അല്ലാഹു മനുഷ്യനോട് തൻ്റെ ഭക്ഷണപാനീയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. മനുഷ്യനും അവൻ്റെ കന്നുകാലികൾക്കും ആവശ്യമായ വിവിധ ഭക്ഷ്യവിഭവങ്ങളെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അതിനുവേണ്ടി മഴ വർഷിപ്പിക്കുകയും ഭൂമി പാകപ്പെടുത്തുകയും ചെയ്തതിനെക്കുറിച്ചാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം. ഈ ആയത്തിനെക്കുറിച്ച് 2 ചോദ്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കാം. മാദാ യഅ്മുറുല്ലാഹു തആലൽ ഇൻസാന ഫിൽ ആയാത്തിൽ കരീമ ഈ ആയത്തിൽ അല്ലാഹു മനുഷ്യനോട് എന്താണ് കൽപ്പിക്കുന്നത്? അല്ലാഹു മനുഷ്യനോട് ഭക്ഷണപാനീയത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് കൽപ്പിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം. യഅ്മുറുല്ലാഹു തആല അല്ലാഹു തആല കൽപ്പിച്ചു അൽ ഇൻസാന മനുഷ്യനോട് ബിത്തഫക്കുറി ചിന്തിക്കാൻ അൻ ത്വആമിഹി അവൻ്റെ ഭക്ഷണത്തെക്കുറിച്ചും വശരാബിഹി അവൻ്റെ പാനീയത്തെക്കുറിച്ചും ഭക്ഷണപാനീയത്തെക്കുറിച്ച്
ചിന്തിക്കാനാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൈഫ യുഫക്കിറുല്ലാഹു തആല ലന അത്ആം. അള്ളാഹു എങ്ങനെയാണ് നമുക്ക് ഭക്ഷണം ലഭ്യമാക്കിയത്? അള്ളാഹു തആല ആകാശത്തു നിന്നും വെള്ളം ഇറക്കി തന്നു, അതായത് മഴ വർഷിപ്പിച്ചു. പിന്നീട് അതിൽ ധാന്യങ്ങളും ചെടികളും മുളപ്പിച്ചു. അപ്പോൾ നമുക്ക് എഴുതാം, അൻസലല്ലാഹു തആലൽ മത്തർ. അള്ളാഹു മഴ ഇറക്കി തന്നു. മിനസ്സമായി, ആകാശത്തു നിന്നും. വ അംബത ബിഹി, അതുകൊണ്ട് മുളപ്പിച്ചു. ഹബ്ബൻ, ധാന്യങ്ങളും. വനബാത്ത, സസ്യങ്ങളും. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതിയെടുക്കുക. ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ചാപ്റ്ററിൻ്റെ വീഡിയോ കാണാത്തവർ പ്ലേലിസ്റ്റിൽ നിന്നും വീഡിയോ ക്ലാസ്സുകൾ കാണുക. ശുക്രൻ ലക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ.